ഈ മണിക്കൂറുകൾ കേൾക്കുന്നത് BJPയുടെ ലിസ്റ്റും പുറത്തു വന്നു എന്നാണ്. സത്യത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരുന്നു. ഈ വന്നിരിക്കുന്ന 47 പേരുടെ ലിസ്റ്റിൽ, നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റിൽ അതിൻ്റെ ഒരു വിജയ സാധ്യത, ഈ 47 പേരുടെ ലിസ്റ്റ് വരുമ്പോൾ നമുക്കൊന്ന് മണ്ഡലങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ എത്രത്തോളം വിജയ സാധ്യത? BJPയുടെ 47 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത് എന്റെ കയ്യിലിരിക്കുന്നത്. 20 സീറ്റ്, 140 20 സീറ്റ് 2020ക്കും 20 സീറ്റ് BDJസിനും 100 സീറ്റ് BJPയുമാണ് നേരിട്ട് മത്സരിക്കുന്നത്. ഇത് CPMന്റെ ലിസ്റ്റാണ്. ഈ CPMന്റെ ലിസ്റ്റിൽ 75 CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നവരും 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്നെ മാഹിയിലെ ഒരു സ്ഥാനാർത്ഥിയും അടക്കമുള്ള ലിസ്റ്റാണ് CPM ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തുള്ളത്. CPM ലിസ്റ്റ് ഇവിടെ എവിടെയുണ്ട്, അവർ ഓടിക്കളിക്കുകയാണ്. കണ്ണിൽ ഉണ്ട്, ചേട്ടനടുത്ത് വിളിച്ച് വെച്ചിരിക്കുന്നത്. ഇത് CPM ലിസ്റ്റാണ്. CPM മത്സരിക്കുന്ന 23 ഇടങ്ങളിലേക്കുള്ള CPIയുടെ ലിസ്റ്റ്. പക്ഷേ എന്റെ പ്രശ്നം, കൂട്ടത്തിലെ കൊമ്പനയുടെ അധികാരം കിട്ടുമെന്ന് പറഞ്ഞ് 100 സീറ്റ് പിടിച്ചു നടക്കുന്ന VD സതീശന് 24 മണിക്കൂർ ആയില്ലേ എന്നൊരു ചോദ്യം ബാക്കിയുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ കൺഫേം ആയ കുറെ സീറ്റുകൾ ഉണ്ട് അവർക്ക്. പത്തനാപുരം, കൊട്ടാരക്കര പോലെയൊക്കെയുള്ള, വട്ടിയൂർക്കാവ് പോലെയുള്ള കുറെ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ അവർ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അപ്പോ ഇന്നിപ്പോ അവസാനം പുറത്തു വന്നത് BJPയുടെ ലിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് BJP ലിസ്റ്റിനെ കുറിച്ചൊരു ചർച്ച ചെയ്യാം. സ്വാഭാവികമായിട്ടും BJP 35 സീറ്റുകൾ വാങ്ങി അധികാരത്തിലെത്തുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് BJPയുടെ തിരുവനന്തപുരത്തെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു റൂം ഇപ്പോഴേ പണി കഴിപ്പിച്ച്, വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന അതേ BJP തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷൻ പിടിച്ചപ്പോൾ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും വാഹനങ്ങൾ മാരാജി ഭവന് മുന്നിൽ കൊണ്ടിട്ടിട്ട് നമ്പർ 1 കേരള 1 ലോഡിംഗ് എന്ന് പോസ്റ്റ് ഇട്ട അതേ BJPക്കാരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ അവർ ലക്ഷ്യം വെക്കുന്ന സീറ്റുകൾ വലുതാണ്. നമുക്ക് തർക്ക വിതർക്കങ്ങൾ, ഗ്രൂപ്പ് പോലുകളൊന്നും ഈ ലിസ്റ്റ് പുറത്തു വിടുന്നതിന് ഇതുവരെ എങ്ങും കേട്ടില്ല. എവിടെയെങ്കിലും കേട്ടോ BJP തമ്മിത്തല്ലെന്ന്? A ക്ലാസ് മണ്ഡലങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലെന്ന്, B ക്ലാസ് മണ്ഡലങ്ങൾക്ക് വേണ്ടി തമ്മിത്തൽ ഒന്നും കേട്ടില്ല. ഗ്രൂപ്പ് പോലുകളൊന്നും ഇല്ലാതെ അവർ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് മണ്ഡലങ്ങളൊക്കെ അവർ സ്ഥാനാർത്ഥികളെ പുറത്തുവിടുകയാണ്. ഇതിൽ ഏറ്റവും 1ാം നമ്പർ ഇവർ കാസർഗോഡ് നിന്ന് താഴോട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, വടക്കുന്ന് തെക്കോട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. 1ാം നമ്പർ മഞ്ചേശ്വരമാണ്. K. സുരേന്ദ്രൻ അവിടെ വർക്ക് ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി. അപ്പൊ അവിടുത്തെ ചുമതലയുള്ള നേതാവിനെ കൊണ്ട് K. സുരേന്ദ്രൻ ഒന്നും ആലോചിക്കാതെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ ഇറക്കുകയും അതിന്റെ പിന്നാലെ ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നേതാവ് തന്നെ, വനിതാ നേതാവ് രംഗത്ത് വരികയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ട മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 700 വോട്ടുകളുടെ നിസ്സാര ഭൂരിപക്ഷത്തിലാണ് ചുണ്ടിനും കപ്പിനും ഇടയിൽ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മഞ്ചേശ്വരം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് വലിയൊരു സാധ്യത BJPക്ക് ഇന്ന് കാണുന്നുണ്ട്. വേണമെങ്കിൽ പറയാം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേരളം ഭരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ അതിർത്തി പങ്കിടുന്ന ഈ പറയപ്പെടുന്ന കേരള കർണാടക അതിർത്തിയിൽ ഉള്ള മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം, എൻമകജെ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഒരുപാട് പേരുള്ള സ്ഥലമാണ് അവിടെ. ഈ എൻമകജയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചേട്ടാ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും. കേരളം ആണോ എന്ന് തോന്നിപ്പോകുന്ന, ഞാൻ പണ്ട് നവകേരള ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻമകജെ എന്ന പേരിൽ തന്നെ ഒരു സീരീസ് ചെയ്തിരുന്നു ഞാനും അഭിഷേകവും കൂടെ ചേർന്നിട്ട്. അവിടുത്തെ ആളുകളുടെ ദുരിത കാഴ്ചകളിലൂടെയൊക്കെ. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ഏറ്റവും അനിവാര്യമായി വികസനം കടന്നു ചെല്ലേണ്ട കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ അവരുടെ വികസനത്തിന്റെയും കരുതലിന്റെയും തലമുടൽ നൽകേണ്ടുന്ന മണ്ഡലം തന്നെയാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് ഇവിടെ പോയ കാലങ്ങളിൽ ഇരുന്ന ജനപ്രതിനിധികൾ മഞ്ചേശ്വരത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ബാക്കി നിൽക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ K. സുരേന്ദ്രന് അവിടെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന, ഒരുപക്ഷെ K. സുരേന്ദ്രനെ നിയമസഭയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് മഞ്ചേശ്വരം. ഞാൻ എന്റെ LDFന്റെയും UDFന്റെയും ഒന്നും മെറിറ്റിലേക്ക് പോകുന്നില്ല. BJPയുടെ സാധ്യതകളെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകർ കൂടുതലും കോൺഗ്രസ് അനുഭാവികളാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഓരോ മണ്ഡലങ്ങളുടെയും പൾസ് അത് അറിയുക തന്നെ വേണം. K. സുരേന്ദ്രന്റെ സാധ്യത മഞ്ചേശ്വരത്ത് ഒരു കാരണവശാലും ചെറുതായി കാണാൻ കഴിയില്ല, തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാനിതിൽ എനിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ളതും മറ്റു മണ്ഡലങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും വേണമെങ്കിൽ ഞാൻ ആ പേരുകൾ വായിച്ചു പോകാം. മഞ്ചേശ്വരം K. സുരേന്ദ്രൻ, ഉദുമ ശ്രീ മനുലാൽ മേലോത്ത്, കാഞ്ഞങ്ങാട് ശ്രീ ബാലരാജം, പയ്യന്നൂർ ശ്രീ AP ഗംഗാധരൻ, അഴീക്കോട് ശ്രീ KK വിനോദ് കുമാർ, കണ്ണൂർ ശ്രീ C. രഘുനാഥ്, അത്യാവശ്യം നല്ല സ്ഥാനാർത്ഥിയാണ്, മാനന്തവാടി ശ്രീ P. ശ്യാംരാജ്, സുൽത്താൻ ബത്തേരി ശ്രീമതി കവിത AS, വടകര അഡ്വക്കേറ്റ് K. ദിലീപ്, കുറ്റ്യാടി ശ്രീ രാംദാസ് മണലാരി, നാദാപുരം CP വിപിൻ ചന്ദ്രൻ,
കൊയിലാണ്ടി CR പ്രഫുൽ കൃഷ്ണൻ കഴിഞ്ഞ തവണ വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്നു ലോക്സഭാ ഇലക്ഷന്. പേരാമ്പ്ര ശ്രീ M മോഹനൻ മാസ്റ്റർ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നേതാക്കന്മാരാണ്. ബാലുശ്ശേരിയിൽ ശ്രീ CP സതീശൻ, ഇലത്തൂർ T ദേവദാസ്, കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ് മത്സരിക്കുന്നു. നവ്യ ഹരിദാസിനെ പരിചിത മുഖമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ. കോഴിക്കോട് സൗത്ത് T റനീഷ് ബേപ്പൂർ, KP പ്രകാശ് ബാബു, അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു. കുന്നമംഗലത്ത് ശ്രീ VK സജീവൻ, ഷൊർണൂരിൽ ശ്രീ ശങ്കുറ്റി ദാസ് അത്യാവശ്യം ചാനൽ ചർച്ചകളിലൂടെ പങ്കെടുക്കുകയും മനോഹരമായി സംസാരിക്കുകയും ആളുകളെ കയ്യിലെടുക്കാനും ഒക്കെ കഴിയുന്ന നേതാവാണ്. BJPയുടെ പ്രതീക്ഷയുള്ള യുവ നേതാക്കളിൽ ഒരാളാണ് ശങ്കുറ്റി ദാസ്. ഷൊർണൂരിൽ നിന്ന് ജനവിധി നേടുന്നു. പിന്നീട് പറയാനുള്ള പേര് ഒറ്റപ്പാലത്ത് നിന്നാണ്. ഒറ്റപ്പാലത്ത് ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മേജർ രവിചേട്ടൻ, മലയാളികളുടെ സ്വന്തം പട്ടാളക്കാരനും മലയാളികളുടെ സ്വന്തം ഡയറക്ടറും ഇപ്പോൾ മലയാളികളുടെ സ്വന്തം രാഷ്ട്രീയക്കാരനുമായി മാറുന്ന മേജർ രവിചേട്ടൻ ഒറ്റപ്പാലത്ത് നിന്ന്, സ്വന്തം നാടായ ഒറ്റപ്പാലത്ത് നിന്ന് മേജർ രവിചേട്ടൻ സ്ഥാനാർത്ഥിയാകുന്നു. മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, നമ്മൾ മലമ്പുഴയിലെ അംഗം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. മലമ്പുഴയിൽ രാഷ്ട്രീയ ട്വിസ്റ്റുകൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. പാലക്കാടിന് അതിന് ഒരുപാട് അറിയാവുന്ന കൃഷ്ണകുമാർ. അതെ, പാലക്കാട് ജില്ല മുഴുവൻ, പാലക്കാടെന്നല്ലോ, C കൃഷ്ണകുമാർ എന്തായാലും കേരളം മൊത്തം അറിയപ്പെടുന്ന നേതാവാണ്. മലമ്പുഴയിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മലമ്പുഴയിൽ നിലനിൽക്കുന്നു. C കൃഷ്ണകുമാർ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വരണമെന്ന് പാലക്കാടൻ ജനത ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും. ഈ ലിസ്റ്റും പ്രകാരം ശോഭാ സുരേന്ദ്രൻ നല്ല ക്രൗഡ് പുള്ളറാണ്. UDF ക്യാമ്പിൽ നിന്ന് അവസാന ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന അവസാന വാർത്ത, പ്രതീക്ഷിച്ചതുപോലെ രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥിയാകും. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് അവിടെ സ്ഥാനാർത്ഥിയുടെ പേര് പറയാനില്ല. ഡോക്ടർ P സരിൻ സീറ്റ് നൽകാത്ത പാലക്കാട് വ്യവസായി തേടി പോകുന്നു. AMR ഹോട്ടൽ ശൃംഖലയുടെ മുതലാളിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPM ലക്ഷ്യം വെക്കാനല്ല, അതാണ് ഷാഫി പറമ്പിൽ അനുവാദം കൊടുത്തു കഴിഞ്ഞു എന്നാണ് കേട്ടത്. കാരണം ഈ AMRഉം ഷാഫി പറമ്പിലും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി ചിഹ്നം വരെ കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. അല്ല, പാർട്ടി ചിഹ്നം കൊടുത്തോട്ടെ. ഇത് CPMന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ അവര് പേയ്മെന്റ് സീറ്റുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ള വ്യവസായികൾക്കോ കൊടുക്കും. കോൺഗ്രസ്സുകാരൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ എന്തായാലും തോക്കും, എന്നാ പിന്നെ അതേതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ച് കെട്ടി കൊടുക്കും. ഇവരെ VS2 കൊണ്ടുവന്ന് VS അച്യുതാനന്ദനോടൊക്കെ മത്സരിപ്പിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഇവിടെ അങ്ങനല്ല. 10 പൈസ ഉണ്ടോ, നീ ഒരു കാര്യം ചെയ്യും, അടുത്ത 2 മണ്ഡലങ്ങളിലെ പൈസയൊക്കെ ചെലവാക്കി എന്നിട്ട് അവിടെ മത്സരിച്ചോ, ഈ പരിപാടിയാണ്. അപ്പൊ അത്തരത്തിൽ പാർട്ടിക്ക് ഫണ്ടും കൊടുക്കുക. അത്തരത്തിൽ ഇതൊക്കെ പറയുന്നത് തെറ്റാട്ടോ, എങ്കിൽ പോലും അത്തരത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യനായ ശോഭാ സുരേന്ദ്രൻ, ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രൻ, പൊളിറ്റിക്കൽ തമാശകളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന രമേശ് പിഷാരടി ഒന്നും ചെറുതായി കാണാൻ കഴിയില്ല. ശോഭാ സുരേന്ദ്രനെ ഒട്ടുമേ ചെറുതായി കാണാൻ കഴിയില്ല. പിന്നീട് എന്തായാലും വടകര MP സജീവ സാന്നിധ്യം പാലക്കാട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പാലക്കാട് MLA ശല്യം അവിടെ ആർക്കും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്, ആരും അടുപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പാലക്കാടൻ ജനത പ്രതീക്ഷിച്ചതുപോലെ സ്ഥാനാർത്ഥിയാകുന്നു. ചേലക്കരയിൽ ശ്രീ K ബാലകൃഷ്ണൻ, മണലൂരിൽ KK അനീഷ് കുമാർ, തൃശ്ശൂരിൽ ഈ BJP ജില്ലാ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവാണ് ഈ KK അനീഷ് കുമാർ. മണലൂരിൽ മത്സരിക്കുന്നു. തൃശ്ശൂരിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ. CPMകാരുടെ കൂട്ട് കോൺഗ്രസ് വിട്ട് ചെന്നവരെയൊക്കെ വെട്ടിയൊതുക്കി മൂലക്കിടുകയല്ല BJP എന്ന് പറയുന്നു. എന്തായാലും വട്ടിയൂർക്കാവിൽ സഹോദരൻ K മുരളീധരൻ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ നിന്ന് താമരയടയാളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു. കരുണാകര കുടുംബത്തിന് തൃശ്ശൂരുമായുള്ള ബന്ധം അത്ര ചെറുതല്ല. പത്മജ വേണുഗോപാലിന് തൃശ്ശൂരുമായുള്ള ബന്ധം അത്ര ചെറുതല്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ MP ഉള്ള മെമ്പർ ഓഫ് പാർലമെന്റ് ഉള്ള പാർട്ടിയാണ് BJP. കൃത്യമായി സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നത് പോലെ അല്ല BJPയിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നത്. അവിടെ പത്മജ വേണുഗോപാലിന് കരുക്കൾ നീക്കാനുള്ള കളം ഉണ്ട് തന്നെ എന്ന് പറയാം. ഇരിങ്ങാലക്കുടയിൽ സന്തോഷ് ചിറക്കുളം, ദേവികുളത്ത് ശ്രീ S രാജേന്ദ്രൻ. CPMന്റെ പതിറ്റാണ്ടുകളോളം ദേവികുളത്തെ പ്രദാനം ചെയ്ത ഇനി അങ്ങോട്ടുള്ള ലിസ്റ്റുകൾ വളരെ രസകരമാണ് കേട്ടോ. ഈ പത്മജ വേണുഗോപാൽ മുതൽ അങ്ങോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റാണ് വരാൻ പോകുന്നത്. ദേവികുളത്ത് CPM നേതാവായിരുന്ന സഖാവ് S രാജേന്ദ്രൻ, അദ്ദേഹം BJPയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ജനങ്ങളുണ്ട് കേട്ടോ. അദ്ദേഹത്തിനൊപ്പം ജനങ്ങളുണ്ട്.
അവിടെ അട്ടിമറി പ്രതീക്ഷിക്കാം. പാലായിൽ ശ്രീ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുന്നു. പ്രതീക്ഷിച്ച ഫൈറ്റ് തന്നെയാണ്. പാലാ ഒരു ത്രികോണ മത്സരത്തിന്റെ കെട്ടിലും മട്ടിലും ഒരുങ്ങുന്നു. പാലായിൽ വലിയ വർക്കാണ് BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി ഷോൺ ജോർജ് കാഴ്ചവെക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ഷോൺ ജോർജിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ അതുപോലെയുള്ള സ്ഥാനാർത്ഥിത്വങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കേരള കോൺഗ്രസിൽ നിന്ന് സ്വന്തം പാർട്ടി ഉണ്ടാക്കിപ്പോയ PC ജോർജ് NDAയിലേക്ക് പോയതിനു ശേഷം BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് താമര അടയാളത്തിൽ മത്സരിക്കുന്ന പാലാ വൈക്കത്ത് ശ്രീ കെ അജിത് CPIയുടെ മുൻ MLA ശ്രീ കെ അജിത് BJP സ്ഥാനാർത്ഥിയായി CPIയുടെ SC മണ്ഡലമാണ്. അവിടെ താമര ചിഹ്നത്തിൽ മുൻ MLA കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA താമര ചിഹ്നത്തിൽ അവതരിപ്പിക്കുന്ന വൈക്കം പ്രതീക്ഷകൾ വളരെ വലുതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം മത്സരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്കിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ. അടുത്തതാണ് കേരളം കാത്തിരുന്ന തിരഞ്ഞെടുപ്പ്. ഇടതിനും വലതിനും NDAയും ഒരുപോലെ നിന്ന് എതിർത്തിട്ടും നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് PC ജോർജ് എന്നൊരു മനുഷ്യൻ ഒരു ചതുഷ്കോണ മത്സരത്തിൽ നിയമസഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതേ PC ജോർജ് ഇതാ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. മറ്റെങ്ങുമല്ല, PCയുടെ സ്വന്തം തട്ടകമായ പൂഞ്ഞാറിൽ. തൊട്ടപ്പുറത്ത് പാലയിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും. അച്ഛനും മകനും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന മത്സരത്തിന് പൂഞ്ഞാർ സാക്ഷ്യം വഹിക്കുന്നു. പൂഞ്ഞാറിൽ UDF സ്ഥാനാർത്ഥി ആരെന്ന് അറിവില്ല. പൂഞ്ഞാറിലെ UDF സ്ഥാനാർത്ഥി കൂടി വരട്ടെ, വന്നിട്ട് നമുക്ക് അതിന്മേൽ ചർച്ച ചെയ്യാം. PC ജോർജിന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. BJPക്ക് പ്രത്യേകിച്ച് NDAക്ക് യാതൊരു സ്വാധീനവും ഇല്ലാതിരുന്ന പൂഞ്ഞാറിൽ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ വരവോടുകൂടി ഒരു അനക്കം സംഭവിച്ചിരിക്കുന്നു. ക്രൈസ്തവ സമൂഹം BJPക്കൊപ്പം ചേരുമോ എന്നുള്ളതിന്റെ തെളിവാണ് ഒരുപക്ഷെ ഈ കാഞ്ഞിരപ്പള്ളിയിലെയും പൂഞ്ഞാറിലെയും ഈ പറയപ്പെടുന്ന പാലയിലെയും ഒക്കെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അടുത്തത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ നമുക്കറിയാം, ജി സുധാകരന്റെ സ്വന്തം അമ്പലപ്പുഴ. ഇത്തവണ അങ്ങനെയാണ് അതിനെ ബ്രാൻഡ് ചെയ്യേണ്ടത്, ജി സുധാകരന്റെ സ്വന്തം അമ്പലപ്പുഴ. കഴിഞ്ഞ രാവിലെ ട്രോളുകളൊക്കെ വന്നു. UDF പിന്തുണ പോലെ BJPയും ജി സുധാകരന് പിന്തുണ കൊടുക്കുന്നു, ഇല്ല എന്ന് പറയുന്നു. അമ്പലപ്പുഴയിൽ ശ്രീ അരുൺ അനിരുദ്ധൻ സ്ഥാനാർത്ഥിയാകുന്നു. അടുത്ത ഹരിപ്പാടാണ്. ഹരിപ്പാടും കേരളത്തിലെ 140 മണ്ഡലങ്ങളും കണ്ണു നട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. നമ്മുടെ കണ്ണൂരെ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം പോലെ, അല്ലെങ്കിൽ സണ്ണി ജോസഫും ശൈലജ ടീച്ചറും മത്സരിക്കുന്ന പേരാവൂർ പോലെ, അതല്ലെങ്കിൽ VD സതീശന്റെ പറവൂര് പോലെ, അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും നേമം പോലെ ഒക്കെ നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ഹരിപ്പാട്. ഹരിപ്പാട് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ സ്ഥലമാണ്. രമേശ് ചെന്നിത്തലയുടെ തട്ടകത്തിൽ BJPയുടെ നല്ല മാധ്യമങ്ങളിലൂടെ നല്ല പേര് നേടിയെടുത്ത നല്ല മുഖമായ സന്ദീപ് വചസ്പതി ഹരിപ്പാട് നിന്ന് ജനവിധി നേടുന്നു. ഹരിപ്പാട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അത്യാവശ്യം വോട്ട് പിടിച്ച മണ്ഡലമാണ് ഹരിപ്പാട്. ഇതിന് മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഹരിപ്പാട് സന്ദീപ് വചസ്പതി BJPയുടെ താമര ചിഹ്നത്തിൽ, ചെന്താമര ചിഹ്നത്തിൽ മത്സര രംഗത്തേക്ക് വരുന്നു. ഈ പറയപ്പെടുന്ന CPMന്റെ സ്ഥാനാർത്ഥികൾ, അവിടെ CPIക്കാണ് സീറ്റ് നമുക്കറിയാം. ചെങ്ങന്നൂരിൽ ശ്രീ MV ഗോപകുമാർ സ്ഥാനാർത്ഥിയാകും. അടുത്തത് BJP വലിയ ലക്ഷ്യം വെക്കുന്ന ഒരു സീറ്റാണ്. അതും ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന BJPയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പെടുന്ന ഒരു സീറ്റ്. തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മണ്ഡലം, പത്തനംതിട്ടയോടും കോട്ടയത്തിനോടും അതിർത്തി പങ്കിടുന്ന തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നു. പ്രിയപ്പെട്ട അനൂപ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, വളരെ അടുപ്പമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന, നാടിന്റെ വികസനത്തിനുതകുന്ന രീതിയിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന BJPയുടെ ഒഴിവാക്കാൻ പറ്റാത്ത പേരുകളിൽ ഒന്നാണ് ശ്രീ അനൂപ് ആന്റണി ജോസഫിന്റേത്. അനൂപ് ആന്റണി തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയാകുന്നു. കരുനാഗപ്പള്ളിയിൽ CR മഹേഷിന്റെ കരുനാഗപ്പള്ളി എന്നാണ് ബ്രാൻഡിംഗ് എങ്കിൽ പോലും അവിടെ VS ജിതിൻ ദേവ് കഴിഞ്ഞ തവണ പത്തനാപുരത്ത് BJP സ്ഥാനാർത്ഥിയായിരുന്നു. VS ജിതിൻ ദേവ് കരുനാഗപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകുന്നു. കരുനാഗപ്പള്ളിയിൽ ചില രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. ചില കോൺഗ്രസ് നേതാക്കന്മാരെ ഇന്ന് താമരയുടെ ഷോളണിഞ്ഞ കരുനാഗപ്പള്ളിയിൽ കണ്ടു. കരുനാഗപ്പള്ളിയിൽ അട്ടിമറിയൊന്നും ജിതിൻ ദേവിനെ നടത്താൻ പറ്റില്ലെങ്കിൽ പോലും BJPയുടെ വോട്ട് ഷെയർ കൂട്ടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കുന്നത്തൂരിൽ സംവരണ മണ്ഡലമായ കുന്നത്തൂരിൽ ജില്ലാധ്യക്ഷയായിട്ടുള്ള രാജി പ്രസാദ് സ്ഥാനാർത്ഥിയാകുന്നു. രാജി പ്രസാദിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച
കൊടുക്കുന്ന സുരേഷിന് മറുപടി കൊടുത്തുകൊണ്ട് രാജീവ് പ്രസാദ് രംഗത്ത് വന്നതൊക്കെ ഈ അടുത്ത കാലത്ത് കൊല്ലത്തെ രാഷ്ട്രീയ കളത്തിൽ വലിയ ചർച്ചയായതാണ്. ആർ രശ്മിയുടെ BJP പ്രവേശനം, തൊട്ടു പിന്നാലെ രാജീവ് പ്രസാദിനെ കോൺഗ്രസിലേക്ക് കൊടുക്കുന്ന സുരേഷ് ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുന്നു, അവരതിന് മറുപടി കൊടുക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. കുന്നത്തൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരാം. കുന്നത്തൂരിൽ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചത്, കുന്നത്തൂരിൽ 2 കോവൂരുകാരും ഒരു രാജീവ് പ്രസാദും തമ്മിലുള്ള മത്സരമാണ്. കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരും രാജീവ് പ്രസാദും. ചിത്രം വ്യക്തമാണ്, അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിലേക്ക് വരുന്നു. കഴിഞ്ഞ തവണ UDF ടിക്കറ്റിൽ ഇത് വീണ്ടും മറ്റൊരു വിസ്മയം. കൊട്ടാരക്കരയിലാണ് ഏറ്റവും വലിയ വിസ്മയം സംഭവിക്കുന്നത്. പത്തനംതിട്ടക്കാരനായ ഈ പറയപ്പെടുന്ന പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ KN ബാലഗോപാലിന്റെ മണ്ഡലം, അവിടെ 15 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ബ്രാൻഡ് ചെയ്യപ്പെട്ട MLA ആയ നമ്മുടെ ഐഷ പോറ്റി വലത്തേക്ക് തിരിഞ്ഞ് UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ കഴിഞ്ഞ തവണ ബാലഗോപാലിനെ നേരിട്ട ആർ രശ്മി 50,000 ശിഷ്ട വോട്ടുണ്ടായിരുന്ന CPM-ന്റെ ഭൂരിപക്ഷത്തെ 10,000-ലേക്ക് എത്തിച്ച ആർ രശ്മി BJP-യുടെ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന കൊട്ടാരക്കര. ഒരു ത്രികോണ മത്സരത്തിന് ഇടയുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു BJP-യുടെ വോട്ട് ഷെയർ മാത്രം കൂട്ടിയാൽ പറ്റില്ല. പക്ഷെ ആർ രശ്മി എത്രമാത്രം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. അതിനനുസരിച്ച് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP-യിൽ നിന്നും വോട്ടടർത്തി മാറ്റാൻ കഴിയുന്ന ഐഷ പോറ്റി കരുത്തയായ സ്ഥാനാർത്ഥിയാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അവസാന 3 മാസങ്ങൾ ഇട്ട കല്ലുകൾ കൂട്ടിവെച്ചാൽ ഈ പറയപ്പെടുന്ന, അല്ല ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, ഈ മലയാളിക്ക് ഒരു കുഴപ്പമുണ്ട്. അവസാനത്തെ 3 മാസം എന്ത് ചെയ്യുന്നു എന്നാണ് അവർ നോക്കുന്നത്. അവസാന 3 മാസം ഇട്ട ആ കല്ലുകൾ, ആ പദ്ധതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ KN ബാലഗോപാൽ അവിടെ എന്തൊക്കെയോ ചെയ്തു എന്ന തരത്തിലൊരു ചിത്രം ഉണ്ടാക്കാൻ അവർക്കും സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, കൊട്ടാരക്കരയിൽ ഒരു ത്രികോണ മത്സരമൊന്നും ഇല്ലെങ്കിൽ പോലും ആർ രശ്മിക്ക് ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഒരുക്കാൻ ആർ രശ്മിക്ക് സാധിക്കുമോ എന്നത് ഇലക്ഷൻ പ്രചരണം ചൂടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാം. ചാത്തന്നൂരിലേക്ക് പോയാൽ അവിടെ ശ്രീ BB ഗോപകുമാർ, ആറ്റിങ്ങലിൽ P സുധീർ, നമുക്കറിയാം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലൊക്കെ സ്ഥിരം NDA സ്ഥാനാർത്ഥിയായി വന്നിരുന്ന സുധീർ സൗമ്യമുഖമാണ്, BJP രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമാണ്. P സുധീർ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുന്നു. നെടുമങ്ങാട് ശ്രീ യുവരാജ് ഗോകുൽ, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ അത്യാവശ്യം പങ്കെടുക്കുന്ന ആളാണ്, ജനങ്ങൾക്ക് പരിചിത മുഖമാണ്. ഇനിയാണ് കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നു. കഴക്കൂട്ടത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് പറയാൻ. അവിടേക്ക് V മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ഒരു കുറച്ച് ദിവസങ്ങൾക്കപ്പുറം നമുക്ക് അനലൈസ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലിസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കത് CPM-ന്റെ കാൻഡിഡേറ്റിനെ വെച്ച് നോക്കുമ്പോൾ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഇന്നും ഒരു നമ്മുടെ തന്നെ V മുരളീധരന് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി കൂടി വരട്ടെ, എന്നിട്ട് നമുക്കത് കഴക്കൂട്ടം ചർച്ചയ്ക്കെടുക്കാം. വട്ടിയൂർക്കാവിൽ ചിത്രം വ്യക്തമാണ്. നഗരസഭാ അധ്യക്ഷനായിരിക്കെ അത് കളഞ്ഞിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയ വി കെ പ്രശാന്ത്, MLA ആയിരിക്കുമ്പോൾ വടകര MP ആയ മണ്ഡലം രാജിവെച്ച K മുരളീധരൻ, ഇവർ രണ്ടുപേർക്കും ഒപ്പം മത്സരരംഗത്തേക്ക് BJP അവതരിപ്പിക്കുന്നു ശ്രീമതി R ശ്രീലേഖ IPS, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ശ്രീലേഖ IPS ജയിച്ചാൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കേണ്ടി വരില്ലേ, വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു ചിത്രം അങ്ങനെയാണ്. 3 പ്രമുഖർ, രാഷ്ട്രീയ രംഗത്ത് 2 പ്രമുഖരും. ഓക്കെ. അപ്പോ നിങ്ങൾ പ്രമുഖന്മാരുടെ മണ്ഡലത്തിൽ നിന്നുള്ളതാണ്. എന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല, അത് 2020 കൊടുത്തു എന്നാണ് തോന്നുന്നത്. പത്തനാപുരം 2020 ആയിരിക്കും. ഓക്കെ, എന്തായാലും എന്തെങ്കിലും ഞാൻ കൊട്ടാരക്കര കൊണ്ട് ആശ്വാസം കൊള്ളു, ഞാൻ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്. എന്തായാലും വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, R ശ്രീലേഖ, നല്ല മത്സരമായിരിക്കും. പ്രശാന്ത്, ത്രികോണ മത്സരം. പ്രശാന്തിന് ഒരു ഇടിവുണ്ട് അവിടെ. കഴിഞ്ഞ തവണത്തെ എഡ്ജില്ല. മേജർ ബ്രോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ എന്തോ പാർട്ടിക്കാർ തന്നെ പറയുന്ന അത്ര ഒരു എഡ്ജില്ല. ആരോപണങ്ങൾ ഒരുപാടുണ്ട്. ഒരു റൂമിന്റെ ആരോപണങ്ങൾക്ക് അദ്ദേഹം നിഷേധിച്ചു. ഇത് തുടക്കത്തിലുള്ള ഏത് കള്ളാണ് അംഗീകരിച്ചു തരുന്നത്? എന്തായാലും R ശ്രീലേഖയുടെ മുന്നിൽ ഒന്ന് മുട്ടുമടക്കേണ്ടി വന്നു തുടക്കത്തിൽ തന്നെ. R ശ്രീലേഖ അത്ര ചെറിയ മീനല്ല വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അവിടെ ഒരു ത്രികോണ മത്സരത്തിന് നമുക്ക് പ്രതീക്ഷ വെക്കാം. നിയമം രാജീവ് ചന്ദ്രശേഖരൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം വലിയ പ്രവർത്തനങ്ങളിലാണ്. പിണറായി വിജയനെ തട്ടകത്തിൽ പോയി ഒന്ന് വിറപ്പിച്ചു, പറവൂരിൽ VD സതീശനെ ഒന്ന് വിറപ്പിച്ചു. വലിയ പ്രതീക്ഷ അണികൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്നുണ്ട്. അവിടെ മികച്ച മന്ത്രിയായി ചാനലുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള V ശിവൻകുട്ടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കോൺഗ്രസ് ഇപ്പോഴും ചൂരയെ പിടിക്കണോ നെയ്മീനെ പിടിക്കണോ എന്ന് അറിയാതെ, മുരളീധരന്റെ ഭാഷയാണ്, എന്റെ ഭാഷയല്ല, അറിയാതെ കറങ്ങി നടക്കുന്നുണ്ട് അവിടെ. എന്തായാലും പല പേരുകൾ, മറ്റേ പെങ്കുച്ചിന്റെ പേരൊക്കെ പറഞ്ഞു.
വൈഷ്ണവ് സുരേഷിന്റെ പേര് പറഞ്ഞു. ശബരിയുടെ പേര് വെക്കുന്നത്. ശബരി പോയി, അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാണ്, ഏകദേശം ഫിക്സ് ആയി കഴിഞ്ഞു. ഇനി ആര് വരും? എന്തായാലും നേമത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ പേരാണ് ലിസ്റ്റ് പുറത്തു വരട്ടെ. സർപ്രൈസ് ഞാൻ പൊളിക്കുന്നില്ല, ഏകദേശം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ആള് പുതുമുഖമാണെങ്കിലും ആൾ ഇച്ചിരി കിടുവാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ ഈ പറയപ്പെടുന്ന ശിവൻകുട്ടിയോടൊക്കെ മത്സരിക്കാൻ പറ്റുന്ന ഒരു പുതുമുഖം, മറ്റൊരു ചിത്രം കൊടുക്കാൻ കോൺഗ്രസിനോട് സാധിക്കുമെങ്കിലും ഒരു സ്റ്റെപ്പ് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ മേൽക്കോയ്മ നിലവിലുണ്ട്. ഇലക്ഷൻ ചിത്രങ്ങൾ വരട്ടെ, നമുക്കറിയാം. പിന്നീട് പാറശാലയിൽ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ മത്സരിക്കുമ്പോൾ കട്ടക്കടയിൽ PK കൃഷ്ണദാസ്, നമുക്കറിയാം കൃഷ്ണദാസ് ചേട്ടൻ എന്ന് വിളിക്കാൻ തോന്നുന്ന സൗമ്യമുഖമുള്ള PK കൃഷ്ണദാസ് കാട്ടക്കടയിൽ സ്ഥാനാർത്ഥി. ഇതാണ് BJPയുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ്. പ്രതീക്ഷകൾ വാനോളം ഉയർത്താൻ സാധിക്കുന്ന ലിസ്റ്റാണ്. നേമത്തെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. നേമത്തെ അദ്ദേഹം ഉറപ്പാണ്, ഏതാണ്ട് അദ്ദേഹത്തിന്റെ വർക്കെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ. അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്, ഈ മണ്ഡലങ്ങളിലൂടെ പെട്ടെന്ന് പറഞ്ഞു പോയത്, ഇനിയിപ്പം UDF സ്ഥാനാർത്ഥികൾ കൂടി വരണം. വന്നതിന് ശേഷം പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. അല്ല, നമ്മൾ ഈ ചാനൽ ചർച്ചക്കാർ പറയുന്നതിനോട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമുക്ക് 3 സ്ഥാനാർത്ഥികളും വെച്ച് ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഈ BJPയുടെ ഒരു ലിസ്റ്റ്. അവരെന്താണ് ഈ ലിസ്റ്റിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, വലിയ രീതിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് ഇത്ര വലിയ കോൺഫിഡൻസ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിൽ ജയിക്കാൻ പറ്റുന്ന എത്ര മണ്ഡലങ്ങൾ, തോക്കാൻ പറ്റുന്ന എത്ര മണ്ഡലങ്ങൾ എന്ന് പറയാൻ ഞാൻ നിലവിലാളല്ല. UDF ചിത്രം കൂടി തെളിയണം. തെളിഞ്ഞതിനു ശേഷം നമുക്കൊരു അടുത്ത ഒരിക്കൽ കൂടെ നമുക്ക് ഉറപ്പായി